ശരിക്കും നിനക്ക് വേദവതി അമ്മയെ പോലെ എല്ലാം നന്നായി ചെയ്ത് നാട്ടുകാരുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഇവിടുത്തെ ആളുകളുടെ ദേവിയായി മാറാൻ പറ്റും. പക്ഷെ അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ മാത്രം നിന്റെ കാര്യം തീരുമാനമാകും. എന്റെ നിഹാരികയെ പറ്റി താൻ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നേ? ഇവൾക്ക് പൂജകളും ചടങ്ങുകളും എല്ലാം അറിയുന്നതല്ലേ. അതുകൊണ്ട് ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല. ഇനി താൻ പറഞ്ഞ പോലെ സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഫലം എന്താണെന്നും അവക്കറിയാം. ഇവരുടെയൊക്കെ മനസ്സിൽ എന്താ ഉള്ളത്? ഇവർക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അവസ്ഥ അത് തന്നെയാണ് അളിയ. മലയാളം പടം നാഗാബീച്ചി കാണുന്ന പോലെ ഉണ്ട്. ഇത്തവണത്തെ ഉത്സവം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. മൂർത്തിച്ചേട്ടാ, അമ്മ, എല്ലാം നല്ല പോലെ തന്നെ നടക്കും. മക്കള് പറയുന്നതൊന്നും നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. ഇവർക്കിപ്പോഴും ഇവരുടെ കുട്ടിക്കളികളൊന്നും മാറിയിട്ടില്ല. എന്നാ അങ്ങനെയാവട്ടെ. എന്നാ ഞങ്ങൾ മുന്നോട്ടുള്ള പരിപാടികൾ നോക്കട്ടെ. ഞങ്ങളെങ്കിൽ ഇറങ്ങിക്കോട്ടെ. എന്നാ ശരി, പോയിട്ട് വരാമേ. ഈ ഗ്രാമങ്ങളുടെ ദേവിയാവാൻ പോവാ നീ. മോൾ എത്ര ഭാഗ്യമുള്ള കുട്ടിയാണെന്ന് അറിയോ? എന്റെ തങ്കക്കുടം. എന്താ നിഹാരിക, നിനക്കെന്തോ ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ. എന്റെ മേലെ വലിയ വിശ്വാസം വെച്ചിട്ട് കർഷകരുടെ അടുത്ത അമ്മ ഇടം വല്ല നോക്കാതെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. ജാത്രയുടെ അന്ന് എങ്ങനെയൊന്ന് മാനേജ് ചെയ്യാന്ന് ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. ഇവിടുത്തെ അമ്മയെ ആ നാട്ടുകാർ ഒരുപാട് ബഹുമാനിക്കുന്നതാ. വേദവതി അമ്മയെന്ന് വെച്ചാ ലൈവായി കാണാൻ പറ്റുന്ന ദേവതയെന്ന എല്ലാവരുടെയും വിശ്വാസം. ആ സ്ഥാനത്ത് അടുത്തത് ഞാനാവൂന്ന് കരുതി. എന്റേത് മറ്റൊരു ജാതകം ആയതുകൊണ്ട് ആ സ്ഥാനം ഇനി നിനക്കുള്ളതാ. സോ ആ ഭാഗ്യം കൈവിട്ടു പോവാതിരിക്കാൻ നീ ഒരുപാട് ശ്രദ്ധയോടെ വേണം മാനേജ് ചെയ്യാൻ. എന്തോ തണുത്ത വെള്ളത്തിൽ കുളി എങ്ങനെയോ ചൂടുവെള്ളം വെച്ച് മാനേജ് ചെയ്തു ചേച്ചി. ആ കുഗ്രാമത്തില് ആയിരക്കണക്കിന് ജനങ്ങൾക്കിടയില് പ്രസാദ നിവേദ്യം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇതിനൊന്നും കഴിയില്ല. ഇതോടെ എല്ലാം അവസാനിക്കുമെന്ന് പേടിയോന്നുണ്ട്. ഇങ്ങനെ പേടിക്കല്ലേ. ഓരോ ചുവടിലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ. എന്നെ വിശ്വസിക്ക്. ഞാൻ പറയുന്നത് മാത്രം ഫോളോ ചെയ്യ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ നിങ്ങൾ എങ്ങനെയൊക്കെ അറിഞ്ഞെങ്കിലും ഈ വീട്ടിൽ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങളാ. ചേച്ചി തന്ന ധൈര്യത്തില കുറച്ച് പേടി കുറഞ്ഞത്. വിഷ് മീ ഓൾ ദി ബെസ്റ്റ് ഇൻ അഡ്വാൻസ് ചേച്ചി. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക്സ് ചേച്ചി. ഓക്കെ, വാ പോവാം. എല്ലാം ഇവള് കേട്ട് കാണോ ചേച്ചി? അങ്ങനെയാ തോന്നുന്നത്. ഇവിടെ നീ എന്താ ചെയ്യുന്നത്? എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? എന്റെ ദൈവമേ, ഒന്നും കേട്ടില്ല. രഹസ്യാണോ? അതൊന്നുമല്ല. എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും? പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. എന്നാ പിന്നെ പറഞ്ഞോളൂ.
അന്നപൂർണ ദേവിയെക്കുറിച്ചും ഗ്രാമോത്സവത്തെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചും നിഹാരികയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. പദ്ധതികളും പൂജകളും ഒക്കെ അറിയുന്ന കുട്ടിയല്ലേ അവള്. ഇതിനെക്കുറിച്ച് നേരത്തെ ചോദിച്ചു മനസ്സിലാക്കി വെറുതെ ടെൻഷൻ ആവുന്ന എന്തിനാ? വർഷം മുഴുവനും പഠിച്ചെന്ന് കരുതി എക്സാമിന്റെ തലേന്ന് നമ്മൾ ഒന്നും പഠിക്കാതെ മാറിയിരിക്കോ? എന്തു പറയുന്നു ചേച്ചി? വെരി ഗുഡ് ലോജിക്. ഓ, അപ്പോഴേക്കും ചേച്ചി അനിയത്തിയൊക്കെ ആയോ? ഈ വീട്ടിൽ ഒരുമിച്ച് നിൽക്കാനുള്ളതല്ലേ, അനിയത്തി തന്നെയല്ലേ, അതുകൊണ്ടാ ചേച്ചി എന്ന് സാധാരണ പോലെ വിളിച്ചത്. അപ്പൊ നിഹാരിക നിങ്ങളുടെ ട്രെയിനിങ്ങില് എല്ലാം പഠിക്കാൻ പോവാണെന്ന് സാരം. സീനിയേഴ്സ് ജൂനിയേഴ്സിന് സജഷൻ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? രണ്ടാൾക്കും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെന്ന് സാരം. ഗുഡ്. മനസ്സും ആലോചനയൊക്കെ ഒന്നാവുമ്പോ അണ്ടർസ്റ്റാൻഡിങ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതല്ലേ. അപ്പൊ രണ്ടുപേർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. വെരി നൈസ്. നിങ്ങളുടെ ഈ ജേർണിയുടെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. നിഹാരിക, ഈ ആവനിയെ നീ വളരെ ശ്രദ്ധയോടെ ഡീൽ ചെയ്യണം. നിന്നെ കുറിച്ച് അറിയാതെ എങ്ങാണോ അവള് മനസ്സിലാക്കിയാ നിന്നെ വെച്ച് അവള് കളിക്കും. ഓൾറെഡി എന്നെ കുറിച്ച് എല്ലാം അറിയാൻ ചേച്ചി. ഞങ്ങൾ ഇവിടെ വെച്ച് കാണുന്നതിന് മുന്നേ പരിചയപ്പെട്ട് കഴിഞ്ഞതാ. ശത്രുത സ്റ്റാർട്ട് ചെയ്ത് ചാലഞ്ച് വരെ എത്തി നിൽക്കുക. ആണോ? ഞാൻ വരുന്ന വീട്ടിൽ അവള് കാണുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ടാ അപ്പൊ ഞാൻ കുറച്ചധികം സംസാരിച്ച്. ഓ, അപ്പൊ രണ്ടാൾക്കും ഇടയില് വോർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് സാരം. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. നിന്റെ പിറകിലെ മന്ത്രിയും ഗജരാജനും അശ്വങ്ങളും സൈന്യങ്ങളും സേനാധിപതിയും എല്ലാം ഞാൻ തന്നെയാണ്. മനസ്സിലായോ? ശരി ചേച്ചി. രണ്ട് ദുഷിച്ച ആലോചനകൾ തമ്മിൽ ചേർന്നിരിക്കുന്നു. അവര് രണ്ടുപേരും നല്ല ഗൂഢാലോചനയില്ല. ഒരാൾ ഈ വീടിന്റെ അധികാരത്തിന് വേണ്ടിയും മറ്റൊരാൾ ശ്രീകറിന് വേണ്ടിയും ഒരു കളിക്കിറങ്ങിയതാ. അവരിൽ നിന്നും എന്റെ വല്യച്ഛന്റെ കുടുംബത്തെ എനിക്ക് സംരക്ഷിക്കണം. സംരക്ഷിച്ചിരിക്കും. നീ എത്രയൊക്കെ പ്രയത്നിച്ചാലും ഞാനായിരിക്കും ഈ വീട്ടിലെ മരുമകള്. ആവില്ല. ആയിരിക്കും. ചാലഞ്ച്. ചാലഞ്ച്. ഈ കുട്ടിയാണ് ഞങ്ങളുടെ ഭാവി മരുമകള്. നിഹാരിക വീട്ടിലെ ആചാരങ്ങളെ ഒരിക്കലും നിലനിർത്തുന്ന ആളല്ല. വീടിന് അപകടമായി മാറുന്ന മരമാണെന്ന് എന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് പോലെ വേഗം എന്തെങ്കിലും ചെയ്യ് ഭഗവാനെ. പറയട്ടാ. എന്താടോ പരിപാടി? ഒരു വെട്ടുകിളി വിളവിന് എത്ര ദോഷം ചെയ്യൂ. ദുഷിച്ച ആലോചനകളുള്ള ഒരു മനുഷ്യനും ഒരു കുടുംബത്തിന് അതിനേക്കാളും വലിയ ദോഷം ചെയ്യും. ആ വ്യക്തിയെക്കുറിച്ച് പറ്റുന്നത്രയും വേഗത്തില് എന്റെ ബന്ധുക്കൾക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കായിരുന്നു. നമ്മുടെ വീട്ടിലെ വിഷമായ നിഹാരികയെ പറ്റി എല്ലാവരും സത്യം അറിയുന്നത് വരെ നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശ്രമങ്ങളില് ചില തടസ്സങ്ങളൊക്കെ വന്നേക്കാം അവനി. പക്ഷെ അവള് പുറത്തേക്ക് പോകുന്ന കാര്യം അതെന്തായാലും സംഭവിക്കും. എന്നെ ഇവിടുന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാൻ അവനി തീവ്രമായി ആലോചിച്ച് ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു മുകളിൽ ആലോചിച്ച് അവളുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടി കൊടുക്കണം. ശ്രീകരനെ എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. ശരി, എന്തിനാ വിളിച്ചത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഹാപ്പി ന്യൂസ് തന്നോട് ഷെയർ ചെയ്യാൻ വിളിച്ചതാടോ. എന്താ അത്? കമ്പനി ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട്
എനിക്ക് പ്രമോഷനായി അവനി. പ്രമോഷൻ ലഭിച്ചതില് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ട്. മരുമകൾ എന്ന റെക്കഗ്നീഷൻ എനിക്ക് കിട്ടാത്തതിന്റെ വിഷമത്തിലാണ് ഞാനുള്ളത്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് ബോസ് എനിക്ക് വലിയൊരു എമൗണ്ട് സമ്മാനമായിട്ട് തന്നു. പ്രൊഫഷണലി നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കണമെന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. ആവനി, പറയണ്ട. ഏതൊരു ഭർത്താവും ജോബിൽ പ്രമോഷൻ കിട്ടുമ്പോ, ബോണസ് കിട്ടുമ്പോ സ്വന്തം ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. എനിക്ക് കിട്ടിയ ബോണസ് കൊണ്ട് ഞാൻ എന്തായാലും തനിക്കൊരു നല്ല സമ്മാനം വാങ്ങിച്ചു തരും. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളാ. മറ്റൊരു ഗിഫ്റ്റും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതത്തില് നീ അതിനേക്കാളും ഏറ്റവും വലിയ ഗിഫ്റ്റാ. എന്റെ അച്ചീവ്മെന്റ് ഒരു സമ്മാനമായി തനിക്ക് തന്നാലേ അതിലെനിക്ക് സന്തോഷം കിട്ടുമോ അവനി? അതുകൊണ്ടേ തനിക്ക് സ്വർണ്ണ വളകളാ ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്നത്. ഗിഫ്റ്റുകളൊക്കെ സർപ്രൈസ് ആയി കൊണ്ടുവരുന്നതല്ലേ നല്ലത്. എന്നിട്ടും എനിക്കിത് തന്നോട് പറയാതിരിക്കാൻ പറ്റിയില്ല. തങ്കം പോലുള്ള ഒരു ജീവിതം എന്നെ കൈവിട്ടു പോകുമെന്നുള്ള പേടിയില്ല ഞാനിപ്പോ ഉള്ളത്. എനിക്ക് സ്വർണ്ണ വളകളൊന്നും പരിഹാരമാവില്ല. ദയവ് ചെയ്ത് അതൊന്നും വാങ്ങി വരരുത്. അങ്ങനെ പറയില്ല അവനി. പ്രശ്നങ്ങളാൽ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന എന്റെ മനസ്സ് സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാനുള്ള അവസ്ഥയിലല്ല. അതൊന്ന് മനസ്സിലാക്ക്. കൂടാതെ നിലവിലുള്ള അവസ്ഥയില് നിങ്ങൾ ചെയ്തതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒരു പ്രശ്നവും ഉണ്ടാവാതെ, ഒരാളുടെ കണ്ണിലും പെടാതെ ഞാൻ നോക്കിക്കോളാം. ആ കാര്യത്തെ പറ്റിയൊന്നും താൻ ആലോചിക്കണ്ട. എന്റെ ജീവന്റെ ജീവനായ എന്റെ ഭാര്യയ്ക്ക് അത്രയും സ്നേഹത്തോടെ ഞാൻ തരുന്ന സമ്മാനത്തെ പ്ലീസ് വേണ്ടാന്ന് വെക്കരുത്. എന്നെ സങ്കടപ്പെടുത്തല്ലേ. ഞാൻ വാങ്ങിക്കുന്ന ആ ഗിഫ്റ്റ് തന്റെ കയ്യിൽ തരുമ്പോ താനത് വളരെ സ്നേഹത്തോടെ നോക്കുമ്പോ ഈ പ്രപഞ്ചത്തെ കീഴടക്കിയ സന്തോഷം എന്റെ കണ്ണിൽ തനിക്ക് കാണാൻ പറ്റും. ആ സന്തോഷത്തെ പ്ലീസ് താൻ ഇല്ലാതാക്കരുത്. ഞാനിവിടുന്ന് ഇറങ്ങാൻ നിൽക്കുക. ഞാൻ വരുന്നത് വരെ കാത്തിരുന്നോ. ബൈ. ഛീ. അവനി, തന്റെ കൂടെയുള്ള ജീവിതം അത് മാത്രം മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. ఎవరో వీరెవరో కలవని ఇరు ప్రేమికుల ఎవరో వీరెవరో విడిపోని యాత్రికుల వీరిదారొకటే. അതെ മാഡം, നിങ്ങൾ ചോദിച്ച പൊടി കുറച്ച മധുരം കൂട്ടിയ കോഫി. അന്തപുരത്തിലെ യുവറാണിയുടെ തോഴിമാരെ പോലെ ഞാനായിട്ട് സിങ്ക് ആയിട്ടുണ്ടല്ലോ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഉറപ്പായി മാഡം. എപ്പ എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാ മതി. അതിനൊരു റേറ്റ് തന്നാ മതി. പറ്റില്ല, കഴിയില്ല എന്ന് പറയാതെ ചെയ്തിരിക്കും. എന്തെങ്കിലും ഒരു തെറ്റ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പേടിയുണ്ടാവൂ. അതിനുശേഷം നമുക്കതൊരു ശീലമായിട്ട് മാറും. ഇന്നലെ നീ പേടിച്ചു, ഇപ്പൊ
ധൈര്യമായിട്ട് ചോദിക്കുന്നു. ഗുഡ് ഡെവലപ്മെന്റ്. കീപ് ഇറ്റ് അപ്പ്. നീ എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാ ആ ആവന് തന്ന ടാസ്ക് എനിക്ക് മറികടക്കാൻ പറ്റിയേ. ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുമായിരുന്നു. അത്രയും രാവിലെ 3 മണിക്ക് 9 കുടം തണുത്ത വെള്ളത്തിൽ ഞാൻ കുളിച്ചത് എല്ലാവരും സത്യമാണെന്നാ കരുതിയേ. അത് ചൂടുവെള്ളമാണെന്ന് ആർക്കും അറിയില്ല. വേനലില് പോലും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ശീലമൊക്കെ ഞാൻ ഈ തണുപ്പ് കാലത്തില് തണുത്ത വെള്ളത്തിൽ എങ്ങനെയാ കുളിക്കുന്നുള്ള കാര്യത്തില് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടിലുള്ള ആർക്കും ഒരു സംശയം തോന്നാതെ നീ അറേഞ്ച് ചെയ്ത ചൂടുവെള്ളം ഉപയോഗിച്ച് ആ തടസ്സം മറികടന്നു. താങ്ക് യു സോ മച്ച് ലത. അതൊന്നും കുഴപ്പമില്ല മേഡം. ലത, ഫ്യൂച്ചറിൽ ഞാൻ പറയുന്നത് പോലെ പറയുന്ന കാര്യം ചെയ്ത് എന്റെ കൂടെ തന്നെ നിന്നോ. ശമ്പളത്തേക്കാൾ നിനക്ക് സൈഡ് ഇൻകം കൂടുതൽ ലഭിക്കും. ഉറപ്പായി മേഡം. അതെ മേഡം, ചുവരുകൾക്കും ചെവികളുണ്ട്. ഇത്തരം രഹസ്യങ്ങള് നമുക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന സ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ പാടില്ല മേഡം. ആ പറഞ്ഞത് ശരി തന്നെയാ. എമർജൻസി സിറ്റുവേഷനില് നിനക്ക് ഞാൻ സിഗ്നൽ തന്നോണ്ടിരിക്കാം. അപ്പൊ എന്റെ രഹസ്യ മന്ദിരത്തിലേക്ക് നീ വന്നാ മതി. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. കേട്ടല്ലോ? ശരി മേഡം. എന്താ ഇങ്ങനെ നോക്കുന്നേ? വിഴുങ്ങി കളയോ? കോഫി നല്ല ചൂടുണ്ടോ? ഇല്ലെങ്കിൽ നീ പോയത് തിളപ്പിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് തരുമോ? തിളപ്പിച്ചു തരാനും തണുത്ത വെള്ളത്തിന് പകരം ചൂടുവെള്ളം ചൂടാക്കി തരാനും പണിക്കാരുണ്ടല്ലോ. കോഫി കപ്പ് പോലെ ഹൃദയവും കൈവിട്ടെന്ന് തോന്നുന്നു. അത് അറിയാതെ കൈവിട്ടതാ. അല്ല, നീ ശരിക്കും എന്തിനെ കുറിച്ച് സംസാരിക്കുന്നേ? തണുത്ത വെള്ളത്തിന് പകരം ചൂടുവെള്ളം കൊണ്ട് മംഗളസ്നാനം ചെയ്തില്ല നീ? അതിനെക്കുറിച്ച്. ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന എന്തിനാ ഇല്ലാത്തത് പറയുന്നേ? ചുവരുകൾക്ക് ചെവിയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ വീട്ടിൽ നീ പറയുന്നത് കേൾക്കാൻ ഈ ആവനിയുണ്ട്. ലതയും നീയും സംസാരിച്ചത് മുഴുവൻ ഈ ഞാൻ കേട്ടു. ടോട്ടൽ ഫാമിലിയെ തന്നെ നീ അഭിനയിച്ച് വിശ്വസിപ്പിച്ചു. നീ വളരെ ഗ്രേറ്റ്. ഒരു നിഷ്കളങ്ക കുടുംബത്തിലേക്ക് കാലുവെച്ച് അവരെ ചതിക്കാൻ നോക്കുന്ന ബ്രഹ്മമുഹൂർത്തം, പച്ചച്ചീര എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് സത്യം എന്നുള്ളതിന് എന്താ തെളിവ്? അപ്പൊ അത് ചതിയല്ലേ? നിന്നെ പോലെ എല്ലാവരെയും വഞ്ചിക്കാൻ എനിക്കറിയില്ല.
സാക്ഷിയോടൊപ്പം പിടിക്കപ്പെട്ടല്ലോ. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? എന്നെ കുറിച്ച് എല്ലാരോടും പറയാൻ പോവാണോ? നിന്റെ ചതിയെക്കുറിച്ചും നിന്റെ വിശ്വാസവഞ്ചനയെക്കുറിച്ചും നീയായിട്ട് തന്നെ എല്ലാവരോടും പറയാൻ വേണ്ടത് ചെയ്യുമെന്ന് ചലഞ്ച് ചെയ്തതാ. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയില്ല. അമ്മ, നിന്റെ തെറ്റുകള് നീ തന്നെ അംഗീകരിക്കാൻ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യും. പരാജയം അംഗീകരിക്കാനും പുറത്തേക്ക് വേഗം ഇറങ്ങാനും റെഡി ആയിട്ടിരുന്നു. എന്തോ 4 ദിവസം ഒരു ഷെൽട്ടർ ഇല്ലാതെ നിക്കാൻ വന്നതല്ലേ? വന്ന കാര്യം നോക്കി നിന്റെ വഴിക്ക് നീ പോകാതെ എന്റെ നിഴല് പോലെ എന്തിനാ നീ ഫോളോ ചെയ്യുന്നേ? നിന്റെ പ്രശ്നം എന്താ? ശരിക്കും നിനക്ക് എന്താ വേണ്ടത്? പണമാണോ?